ഡിവൈഎഫ്ഐ ഇന്ത്യയുടെ പുരോഗമന ചിന്താഗതിക്കാരായ യുവജനത തങ്ങളുടെ നെഞ്ചോട് ചേർത്ത യുവജന പ്രസ്ഥാനം. ഡിവൈഎഫ്ഐ പിണറായി ബ്ലോക്ക് സമിതി ജൂലൈ 20 മുതൽ 22 വരെ എരുവട്ടി പിണാകിമേട്ടിൽ. നമ്മൾ സഖാക്കൾ സാമൂഹിക സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട ഒരു യുവജനത കൈമാറിത്തന്ന ശുഭ്രപതാക എന്തുന്നു. ആ ശുഭ്രപതാക വാനുയർന്ന് പറക്കും കാലത്തോളം ഇന്ത്യയിലെ യുവജനത സംഘടിച്ചുകൊണ്ടേയിരിക്കും. ആ ശുഭ്രപതാകയുടെ തണലിൽ നാം നമ്മുടെ അവകാശ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഭഗത് സിംഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം എത്തുമായിരുന്നു. ഡിവൈഎഫ്ഐ രൂപീകരണ സമ്മേളനത്തിൽ ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകനായിരുന്ന കിഷോരിലാൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞ വാക്കുകളാണിത്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിലിനുമായി മാറ്റത്തിൻ കൂടി നെഞ്ചേറ്റി പൊരുതും യുവജന ഹൃദയങ്ങൾ. ഡിവൈഎഫ്ഐ പിണറായി ബ്ലോക്ക് സമ്മേളനം ജൂലൈ 20 മുതൽ 22 വരെ എരുവട്ടി പിണാകിമേട്ടയിൽ. ചെഞ്ചോരപ്പൂക്കളായി പുഞ്ചിരിച്ച് എത്ര സഖാക്കളി മണ്ണിൽ വീണു. ചെങ്കൊടിക്കേറെ ചുവപ്പു നൽകി എത്ര ധീരന്മാർ മറഞ്ഞു. കശാപ്പ് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ, ഫാസിസ്റ്റ് വർഗീയവൽക്കരണത്തിൽ നിന്നും മതനിരപേക്ഷ ഇന്ത്യയെ പുനർജീവിപ്പിക്കുവാൻ ഈ സമ്മേളനം നമുക്ക് ശക്തി പകരട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്.